ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്ന നിഫ്റ്റി 25-200 പുട്ട് ഓപ്ഷൻ്റെ ലെവൽസിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളൊരു 11 മണിക്കാണ് ഈ ലെവൽസ് പോസ്റ്റ് ചെയ്തത്. 25-200ൻ്റെ പുട്ട് ഓപ്ഷൻ ലെവൽസ് 39-20, 34-75. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചാർട്ടിൽ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് 25-200ൻ്റെ പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. ഇപ്പോൾ 39-20, 34-75 ആ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണിക്കാണ് കൊടുത്തിരുന്നത്. ഉണ്ടോ, ഈ ലെവൽസ് കൊടുത്തിരുന്നത് 11 മണിക്കാണ്. മാർക്കറ്റ് ഈ ഒരു സമയത്ത് ഇവിടെയാണ് ട്രേഡ് നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലോസിങ്ങിൽ തന്നെ ബൈ നോക്കാവുന്നതാണ്. അവിടെ തന്നെ ഡയറക്റ്റായിട്ട് 121, 134 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ 121, 134 ഉണ്ടോ, നല്ല രീതിയിൽ ആ ഒരു ടാർഗറ്റിൽ അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 191 ലെവൽ വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് ലെവൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, മറ്റ് സ്റ്റോക്സുകളുടെ ഇങ്ങനെ ലെവൽസ് കൊടുക്കുകയാണെങ്കിലും അതിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബുള്ളിഷ് ട്രെൻഡ്, അതേപോലെ തന്നെ നമ്മുടെ ആ ലെവൽസിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബെയറിഷ് ട്രെൻഡ്. അങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഡെയിലി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹയസ്റ്റ് ഓപ്പണേഴ്സ്, കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെയും പുട്ട് സ്ട്രൈക്ക് ലെവൽസിൻ്റെയും തൊട്ടടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്സുകളുടെ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഏറ്റവും അടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്കാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ SBN കാണാൻ സാധിക്കും. SBN സ്ട്രൈക്ക് എന്ന് പറയുന്നത് 820 ആണ്. ക്ലോസ് ചെയ്ത് 820.5 തൊട്ടടുത്ത് തന്നെ ക്ലോസ് ചെയ്തേക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും 0.01. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്നത് SBIനും APL അപ്പോളോയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് SBIയിൽ എങ്ങനെയാണ് ഈ ഒരു ലെവൽസ് കിട്ടി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ നോക്കാം. നമുക്കത് തന്നെ SBIൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ലെവൽസ് മാർക്ക് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ടൂൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് 9.15, ഇവിടെ മുതൽ ക്ലോസ് ചെയ്യുന്ന 15.25 ആ ലെവൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഏറ്റവും കൂടുതൽ വോളിയം, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വോളിയം നടന്ന ആ ഒരു ഏരിയയാണ് ഈ ഒരു റെഡ് ലൈൻ പോയിരിക്കുന്നത്. ആ ഒരു ബ്ലോക്കാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് വരെ ആ ഒരു ബ്ലോക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഒരു ലെവൽസിന് മുകളിലാണ്. ഇവിടെയാണ് 9.15 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെവൽസിന് താഴെ ഇവിടെയാണ് ലെവൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലെവൽസിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ബൈ എടുക്കായിരുന്നു. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവൽസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെല്ലാണ്. അപ്പോൾ നമുക്കിവിടുന്ന് സെല്ലിലേക്ക് പോകും. ഇത് നിങ്ങൾക്ക് ടാർഗറ്റ് വേണമെങ്കിൽ 1:1, 1:2 വയ്ക്കാവുന്നതാണ്. ഒരു ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ ഇവിടെ വയ്ക്കാം. പിന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇവിടെയാണ് 1:2 വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് ട്രെയിൽ ചെയ്ത് വയ്ക്കാം. ട്രെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്ക് വരുന്നത് വരെ നമുക്ക് ട്രെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലെ ക്ലോസ് ആണ് കൺഫർമേഷൻ എടുക്കുന്നത്. അത് സെല്ലായാലും ബൈ ആയാലും. പിന്നെ അടുത്ത APL അപ്പോളോ ആണ്. അപ്പോൾ APL അപ്പോളോ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് ആ ഒരു ട്രേഡ് നടക്കുന്നത്. ആ ലെവൽസ് ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ 2 ബ്ലോക്കും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് കൂടി ആഡ് ചെയ്യും. നമുക്ക് മെഷർ ചെയ്യണം. അത് 0.5 കൂടാൻ പാടില്ല. ഇപ്പോൾ 0.20 ആണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇവിടെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് സെല്ല് വരാം. നമ്മുടെ ഈ ലെവൽസിന് മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബൈ വരാണെങ്കിൽ നമ്മുടെ ഈ ലെവൽസിന് താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര നാരോ ആവും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസിൻ്റെ ടാർഗറ്റും കാണണമെങ്കിൽ ഇതേപോലെ ആ ഒരു ബ്ലോക്കിന് ഇത് മെയിൻ ബ്ലോക്ക്, അത് ഏറ്റവും കൂടുതൽ വോളിയം നടത്തിയിരിക്കുന്ന ബ്ലോക്ക്, അതുകൂടാതെ മറ്റ് 2 ബ്ലോക്ക് കൂടി മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1-2 സ്റ്റോക്സുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ സ്റ്റോക്സുകളിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സ്റ്റോക്കുകളിലായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാ സ്റ്റോക്സും ഒരേ സമയം വാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന 1-2 സ്റ്റോക്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത്
ഇതേപോലെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ തോന്നിയാൽ മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.